ട്രേഡേഴ്സ് മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് ഞാനൊരു എൻട്രി എടുത്തിട്ടുണ്ട്. 59,600 കോൾ ഓപ്ഷനാണ് ബൈ ചെയ്ത് 100.1.80 നമുക്ക് എൻട്രി കിട്ടിയിരിക്കുന്നത്. ഒരു 70 ക്വാണ്ടിറ്റിയാണ് എടുത്തത്. ഫസ്റ്റ് ട്രേഡ് നമ്മൾ ഒരു ലോസ് ആണ് ബുക്ക് ചെയ്തത്. ഒരു സ്കാൽപ്പിംഗ് ട്രേഡ് ആയിരുന്നു എടുത്തത്. നമ്മൾ ട്രേഡ് എടുത്ത ഉടനെ നമുക്ക് എഗ്നിസ്റ്റ് ആയിട്ട് മാർക്കറ്റ് മൂവ് ചെയ്യാമായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ നമ്മുടെ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്തു. ഇവിടെ നമ്മൾ എക്സാക്ട്ലി നമുക്കൊരു 7:35 റൈറ്റ് ഞാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു. മാർക്കറ്റ് ഒരു അപ്സൈഡ് മൊമെൻറ്റം ചെയ്തെങ്കിലും ഒരു റിട്രേസ്മെൻറ്റ് താഴത്തോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഏരിയയിൽ ബൈ ചെയ്യാൻ. എക്സാക്ട്ലി ഒരു 7:35 ആയിരുന്നു എൻ്റെ ഒരു ബൈയിങ് ഏരിയ എന്ന് പറയുന്നത്. സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ജസ്റ്റ് ഈ ഒരു ഹാമർ ക്യാൻഡിലിൻ്റെ റിജക്ഷൻ പോയിന്റ് എന്ന് പറയുമ്പോൾ ആ ഒരു ഹാമറിൻ്റെ ലോ ആണ് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് വെച്ചിരിക്കുന്നത്. ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി നമ്മൾ പ്ലേസ് ചെയ്യാറുള്ള പോലെ ഒരു 100 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റും സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു 52 പോയിൻറ്റ്സിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസുമാണ്. ഇപ്പോൾ ട്രേഡിൽ ജസ്റ്റ് നമ്മളുടെ കോസ്റ്റിൽ തന്നെ മാർക്കറ്റ് റൺ ചെയ്യുന്നുണ്ട്. മാർക്കറ്റിൽ എൻട്രി എടുത്തത് ജസ്റ്റ് നമ്മളുടെ ഒരു നല്ലൊരു സെറ്റപ്പ് ഫോം ആയതിനു ശേഷമാണ്. അല്ലാതെ കണ്ടിന്യൂസ്ലി ഒരു ഫോളിങ് മാർക്കറ്റ് നിങ്ങൾ നോക്കിയാൽ ഇപ്പോൾ ലോവർ ഹൈ ഫോം ആയിക്കൊണ്ടിരിക്കുന്നു. മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് പോകാൻ തുടങ്ങുന്നു. അപ്പോഴാണ് നമ്മൾ പോയൊരു ട്രേഡ് എഗ്നിസ്റ്റ് എടുത്ത്. അങ്ങനെയല്ല, നമ്മളുടെ ഒരു പ്രോപ്പർ ഒരു സെറ്റപ്പിൻ്റെ മേളിലാണ് ട്രേഡ് എടുത്തത്. ഇനിയിപ്പോൾ നമ്മുടെ സെറ്റപ്പ് ഫെയിൽ ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു സ്റ്റോപ്പ് ലോസ് മാത്രമേ കൊടുക്കേണ്ടി വരുള്ളൂ, ഒരു 52 പോയിൻറ്റ്സിൻ്റെ. ഇനി അതല്ല നമുക്ക് ഫേവറായിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു 100 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റ് ബുക്ക് ചെയ്യുക. ഇനിയിപ്പോൾ ചിലപ്പോൾ നമ്മളുടെ ടാർഗറ്റിനേക്കാളും മേളിലേക്ക് പോകാൻ, പക്ഷേ എനിക്ക് തോന്നുന്നില്ല അത്രയും മേളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ടെന്ന്. ചെറിയൊരു മേളിലേക്ക് വന്നതിന് ശേഷം സെൽ ചെയ്ത് വച്ചിരുന്നവരെല്ലാം സ്റ്റോപ്പ് ലോസ് അടിക്കാനും മാർക്കറ്റ് മേളിലേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ ഓവറോൾ നമ്മളുടെ ഒരു കൺവിക്ഷൻ്റെ പുറത്തും നമ്മളുടെ ഒരു സെറ്റപ്പിൻ്റെ പുറത്തുമാണ് നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുത്തത്. ഇപ്പോൾ ഓവറോൾ ഒരു 500 റുപ്പീസിൻ്റെ ഒരു പ്രോഫിറ്റ് നമുക്ക് മാർക്കറ്റിൽ റൺ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് 1.80 നമുക്ക് നമ്മുടെ ബൈയിങ് പ്രൈസ് കിട്ടിയത്. ഇപ്പോൾ ഒരു ലാസ്റ്റ് ഒരു ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 1011 ഇപ്പോൾ ഒരു 600 റുപ്പീസ് 700 റുപ്പീസിൻ്റെ അടുപ്പിച്ച് പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. ഏതായാലും നോക്കാം ട്രേഡേഴ്സ്, വെയിറ്റ് ചെയ്തിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം.
ട്രേഡേഴ്സ് മാർക്കറ്റിൽ അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് കാണിച്ചുകൊണ്ടിരുന്നതാണ്. മാർക്കറ്റ് ഇപ്പോൾ നമുക്ക് എഗ്നിസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇമീഡിയറ്റ്ലി നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ ഒന്ന് പ്ലേസ് ചെയ്തേക്കാം. 976ഉം 977ഉമാണ് ട്രിഗർ വന്നിട്ട് 977ഉം ഇൻസഫിഷ്യൻറ്റ് ഫണ്ട്. സോറി, ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ടാർഗറ്റ് കൊടുത്തിട്ടായിരുന്നു, ഞാനത് മറന്നുപോയി. ഓക്കെ ഫൈൻ. നമ്മളുടെ ഓർഡർ ബുക്കിൽ നിന്ന് ജസ്റ്റ് നമ്മളുടെ ടാർഗറ്റിനെ ഒന്ന് എഡിറ്റ് ചെയ്ത് സ്റ്റോപ്പ് ലോസ് ആക്കിയേക്കാം. ജസ്റ്റ് നല്ലൊരു മൊമെൻറ്റം നിങ്ങൾ കണ്ടതാണെന്ന് വിശ്വസിക്കുന്നു. നല്ലൊരു മൊമെൻറ്റം, ഒരു അപ്സൈഡ് മൊമെൻറ്റം നമുക്ക് കിട്ടിയതായിരുന്നു. പക്ഷേ അതൊരു റിജക്ഷൻ ക്യാൻഡിലായി താഴത്തോട്ട് വരാൻ തുടങ്ങി. ഏതായാലും കുഴപ്പമില്ല, നമുക്ക് എഗ്നിസ്റ്റ് ആയിട്ടാണ് മൂവ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലാസ്റ്റ് ട്രേഡ് ആയിരിക്കും ഇത്. ജസ്റ്റ് 976ഉം 977 ട്രിഗറും കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നമ്മുടെ ഓർഡർ ബുക്കും കൂടെ ഒന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ഓർഡർ ബുക്ക് 976ഉം ട്രിഗർ വന്നിട്ട് 977. ഇപ്പോൾ ജസ്റ്റ് ഒരു റെഡിൽ ഇപ്പോൾ മൂവ് ചെയ്യുന്നുണ്ട്. ഇത്രയും ഒരു അപ്സൈഡ് മൊമെൻറ്റം സംഭവിച്ചതിന് ശേഷമാണ് അവിടുന്ന് മാർക്കറ്റ് തിരിഞ്ഞ് താഴത്തോട്ട് വരാൻ തുടങ്ങിയത്. കുഴപ്പമില്ല, ചെറിയ സ്റ്റോപ്പ് ലോസ് ആണ്, 52 പോയിൻറ്റ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് ആണ്. ഏതായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം, എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ട്രേഡേഴ്സ് മാർക്കറ്റിൽ നമ്മളുടെ പ്രോഫിറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. 1051 നമ്മളുടെ പ്രോഫിറ്റ് വെച്ചിരുന്നത്. ജസ്റ്റ് നമ്മളുടെ ഒരു ലോസിനെയും കൂടെ ഓവർകം ചെയ്ത് ഒരു 1580 പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ വിചാരിച്ച പോലെ തന്നെ നമുക്ക് ഫേവറായിട്ട് മാർക്കറ്റ് മൂവ് ചെയ്തു. ജസ്റ്റ് നമ്മൾ ഒരു 100 പോയിൻറ്റ്സിൻ്റെ ഒരു മാത്രമാണ് നമ്മളൊരു ടാർഗറ്റ് പ്ലേസ് ചെയ്തിരുന്നത്. ജസ്റ്റ് ട്രേഡ് എടുക്കാനുള്ള ഒരു റീസണും കൂടെ എക്സ്പ്ലെയിൻ ചെയ്താൽ, മാർക്കറ്റ് കണ്ടിന്യൂസ്ലി രാവിലെ തൊട്ടൊരു അപ്സൈഡ് മൊമെൻറ്റം ആയിരുന്നു. അത് കഴിഞ്ഞ് താഴത്തോട്ട് വന്നപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ ഒരു പോയിന്റിൽ നമ്മളുടെ ട്രേഡിൽ എൻട്രി ആവുമായിരുന്നു. ആ ഒരു ട്രേഡിന് മേളിലേക്ക് പോയതിന് ശേഷം വീണ്ടും താഴത്തോട്ട് വന്ന് ജസ്റ്റ് വീണ്ടും തിരിച്ച് മേളിലേക്ക് പോയി നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഇന്ന് ഓവറോൾ നമ്മളൊരു 1580 പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നുണ്ട്.